കജാരിയ, ജോൺസൺ, അങ്ങനെ കുറെ കൂടിയ ബ്രാൻഡും ഉണ്ട്, കുറഞ്ഞ ബ്രാൻഡും ഉണ്ട്. ഒത്തിരി സെലക്ഷൻ ഉള്ളതും ഡിജിറ്റൽ പ്രിന്റ് ടൈൽസിലാണ്. അപ്പോൾ ഇതിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ചെറിയ ലെയർ ആയിട്ടല്ല. ഡബിൾ ചാർജിനകത്താണെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ്സിൽ ആ ഒരു ഡിസൈൻ ഉള്ളിലോട്ടുണ്ടാവും. ഫുൾ ബോഡി ടൈൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഫുൾ തിക്നെസ്സിലും ആ ഡിസൈൻ ഉണ്ടാവും. കണ്ടില്ല, കുറെ ഡെമോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു മിക്സഡ് ആയിട്ട് ഏതൊക്കെ ടൈൽ എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക്. ബാത്റൂമിന്റെ ടൈലാണെങ്കിലും അതുപോലെ ഗ്രാനൈറ്റ് ആണെങ്കിലും നല്ല ഗ്രിപ്പുള്ള കുറെ ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ തന്നെ പറഞ്ഞു നമ്മൾ ഒത്തിരി ഗ്രിപ്പുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അഴുക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ജാരിയുടെയും അതുപോലെ ജോൺസന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയെന്ന് പറഞ്ഞിട്ട് കുറെ ട്രോഫീസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീടിൻ്റെ പണി നടക്കുവാണെന്ന്. അപ്പോൾ ഇന്ന് ടൈൽ എടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളം പെരുമ്പാവൂരുള്ള കുറുപ്പംപടിയിലുള്ള ജോർജ് കൈതാരം ബിൽഡ്വേഴ്സിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. ശരിക്കും ഞാനിത് ആദ്യമായിട്ടല്ല ടൈല് നോക്കാൻ പോകുന്നത്. വേറെയും കുറച്ച് കടകളിലൊക്കെ ഞങ്ങൾ ടൈല് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഞങ്ങളുടെ വീട് ഒരു വില്ല പ്ലോട്ടിലാണ് പണിയുന്നത്. അപ്പോൾ അടുത്തുള്ള കുറേ ആൾക്കാർ ഇങ്ങനെ പറയുമല്ലോ, അപ്പോൾ അവിടുത്തെ ടൈല് നല്ലതാണ്, ഇവിടുത്തെ കടയിൽ നല്ല ടൈൽ സെലക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അപ്പം ഞങ്ങൾ മിക്കവാറും വീക്കെൻഡ്സിലൊക്കെ ഞങ്ങൾ ഓരോ കടയിലായിട്ടൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. എങ്ങനെയുണ്ട് അവിടുത്തെ സെലക്ഷൻ, അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ ജോർജ് കൈതാരം ബിൽഡേഴ്സ് എന്നുള്ള കടയിൽ വന്നേക്കുവാണ്. ഇവിടെ കുറേ സെലക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ടൈൽസും ഗ്രാനൈറ്റും സാനിറ്ററി വെയർസും അങ്ങനെ എല്ലാത്തിൻ്റെയും കുറേ കളക്ഷൻസ് ഉണ്ട്. ടൈൽസിന്റെ തന്നെ ഡിജിറ്റൽ പ്രിന്റ്, ഫുൾ ബോഡി, ഡബിൾ ചാർജ്ഡ്, അത് തന്നെ പല ബ്രാൻഡ്, കജാരിയ, ജോൺസൺ, അങ്ങനെ കുറേ കൂടിയ ബ്രാൻഡും ഉണ്ട്, കുറഞ്ഞ ബ്രാൻഡും ഉണ്ട്. അങ്ങനെ ഓരോ ഫ്ലോർ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കുറേ സെലക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ അവരോട് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഇത്ര ഒരു റേഞ്ചിലുള്ളതാണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവർ കൊണ്ട് കാണിച്ചോളും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ആളെ നമുക്ക് അസൈൻ ചെയ്ത് തരും. അപ്പോൾ പുള്ളി നമ്മളെ ഇതെല്ലാം കൊണ്ട് കാണിച്ചോളും. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ടൈൽസും എല്ലാം നമ്മളെ കൊണ്ട് കാണിച്ചോളും. ഞാൻ ആദ്യം ടൈൽ സെലക്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ ഇഷ്ടപ്പെട്ട കുറച്ച് ടൈൽസ് സെലക്ട് ചെയ്താൽ മതിയല്ലോ എന്ന്. ഇപ്പോൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ കുറേ ടേംസ് ഒക്കെ പറയാൻ തുടങ്ങിയത്. ടൈൽസിൽ ഡിജിറ്റൽ പ്രിന്റ്, ഡബിൾ ചാർജ്ഡ്, ഫുൾ ബോഡി, GVT, അങ്ങനെ പലതരത്തിലുള്ള ടൈൽസിൻ്റെ ടേംസ് പറഞ്ഞപ്പോഴാണ് അന്ന് നമുക്കൊന്നും മനസ്സിലായില്ല. അവരോട് ചോദിച്ചപ്പോഴും എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് യൂട്യൂബിൽ ഈ ടൈൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അങ്ങനെ കുറേയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയത്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻസിലായിരിക്കും ഒരുപാട് ഡിസൈൻ ഒക്കെ ഉള്ള ടൈൽ സെലക്ഷൻ ഉണ്ടാവുക. ഒത്തിരി സെലക്ഷൻ ഉള്ളതും ഡിജിറ്റൽ പ്രിന്റ് ടൈൽസിലാണ്. അപ്പോൾ ഇതിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ചെറിയ ലെയർ ആയിട്ടല്ലേ ആ ഒരു പ്രിന്റ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ പ്രിന്റ് ടൈൽസ്. ഇതുപോലെ കുറേ ഡിസൈൻസ് ഉള്ളത്. അടുത്തത് ഡബിൾ ചാർജ്. ഡബിൾ ചാർജിനകത്താണെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ്സിൽ ആ ഒരു ഡിസൈൻ ഉള്ളിലോട്ടുണ്ടാവും. കണ്ടോ, കുറച്ചുകൂടെ നമ്മൾ ഡിജിറ്റൽ പ്രിന്റിനേക്കാൾ കുറച്ചുകൂടെ തിക്നെസ് ഉണ്ടല്ലോ. ആ ഡിസൈൻ കുറച്ചുകൂടെ ഉള്ളിലോട്ട് തിക്നെസ്സിൽ കിടക്കുന്നതുകൊണ്ട് കുറേ നാളിലൊന്നും പെട്ടെന്നൊന്നും ആ ഡിസൈൻ ഒന്നും മാഞ്ഞു പോകില്ല. ഡിജിറ്റൽ പ്രിന്റിലും അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ആ ഒരു തിക്നെസ് വെച്ചിട്ട് നമുക്ക് ഡബിൾ ചാർജ് കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയാം. അടുത്തത് ഫുൾ ബോഡി ടൈൽ. ഫുൾ ബോഡി ടൈൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഫുൾ തിക്നെസ്സിലും ആ ഡിസൈൻ ഉണ്ടാവും. കണ്ടില്ലേ, ഫുള്ളായിട്ടും ആ ഡിസൈൻ ഉണ്ട്. അപ്പം എത്ര നാൾ കഴിഞ്ഞാലും അതിന്റെ ഡിസൈൻ ഒന്നും മാഞ്ഞു പോകില്ല. എനിക്ക് തോന്നുന്നു ഫുൾ ബോഡി ഒക്കെ കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ സ്പേസിലൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മോള്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒത്തിരി നടക്കുന്ന അങ്ങനത്തെ ഒക്കെ ഉള്ളിടത്ത് മാത്രമേ ഈ ഫുൾ ബോഡിയുടെ ആവശ്യം വരുന്നുള്ളൂ. ഞങ്ങൾ ഡിജിറ്റൽ പ്രിന്റ് ടൈൽ അല്ലെങ്കിൽ ഡബിൾ ചാർജ്ഡ് ടൈൽ അത് ഏതെങ്കിലും എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അതിൽ തന്നെ കുറേ സെലക്ഷൻ ഉണ്ട് കേട്ടോ, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കും അത് നോക്കുമ്പോഴത്തേക്കിനും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇത് നല്ലതാണെന്ന് തോന്നും, കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ ഇതാണ് നല്ലതെന്ന് തോന്നും. അങ്ങനെ ഞങ്ങളൊരു വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ആ ഒരു ഷെയ്ഡിലെ ടൈൽ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സെലക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നോക്കി 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 പോകുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഏതാ എടുക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ശരിക്കും ഞങ്ങളൊരു 2-3 മണിക്കൂർ കഴിഞ്ഞു ടൈലിൽ തന്നെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഹസ്ബൻഡിന് ഇഷ്ടപ്പെടില്ല, ഹസ്ബൻഡിന് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നല്ലതായിരിക്കുമോ, ഇതിലും നല്ലത് മറ്റതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആട്ടോ ടൈൽ എടുക്കുന്നത്. നമ്മൾ ആകെപ്പാട് ഒരു വീടല്ലേ വെക്കുന്നുള്ളൂ. അപ്പം നമുക്ക് അതിനകത്ത് നല്ലത് വേണം, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് മതിയാവാതെ ഇങ്ങനെ നടക്കുമായിരുന്നു. അതുപോലെ നമുക്കൊരു ടൈൽ ഇഷ്ടപ്പെട്ടാലും നമ്മൾ പിന്നെ നോക്കുമല്ലോ ബാക്കിയുള്ള എല്ലാം. കാരണം ഇതിൽ നല്ലത് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ നോക്കി അവസാനം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആദ്യമേ സെലക്ട് ചെയ്തു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങൾ ലാസ്റ്റ് വന്നിട്ട് ഡബിൾ ചാർജ്ഡ് ആണ്. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക്
ഡബിൾ ചാർജറും ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു ടൈലുമാണ് സെലക്ട് ചെയ്തത്. ഞങ്ങൾ സെലക്ട് ചെയ്ത ടൈലിന്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലോങ് ആയി പോകും. പിന്നെ ബാത്റൂമിന്റെ ഒക്കെ ആണെങ്കിലും ഇവിടെ കുറെ ഡെമോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മിക്സഡ് ആയിട്ട് ഏതൊക്കെ ടൈൽ എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും, ഏതൊക്കെ ടൈൽസ് തമ്മിൽ മിക്സ് ചെയ്യും. അപ്പോൾ ഇവർ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ കൊണ്ടുവന്നിട്ട് ഈ ടൈൽസ് ഒക്കെയാണ് എടുക്കേണ്ടത് വെച്ചാൽ മതി എന്ന് കാണിച്ചു തരും. അതുപോലെ ഞങ്ങൾ ടൈൽ എടുക്കാൻ പോയ സമയത്ത് നമ്മൾ അതിൻ്റെ അളവൊക്കെ എടുത്ത് ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം എന്നൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കടയിൽ പോയത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കജാരിയുടെയും ജോൺസന്റെ ഒക്കെ കുറേ ടൈൽസ് കണ്ടു. ഇപ്പം കുറച്ചുകൂടെ വില കുറഞ്ഞ ടൈൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. ഇവിടെയും കുറേ ബ്രാൻഡിന്റെ ടൈൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സൺഹേർട്ട് അങ്ങനെ ഏതൊക്കെയോ ബ്രാൻഡിന്റെ ടൈൽസ് ഉണ്ടായിരുന്നു. അവിടെയും കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ടൈല് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷനാണ്, ഇട്ട് വരുമ്പോൾ ഭംഗി ഉണ്ടാവോ, ഈ കാണുന്ന ഭംഗി ഇട്ട് വരുമ്പോൾ ഉണ്ടാവോ, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻ ആണല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഡെമോ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടും. എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു കേട്ടോ, മാറ്റ്, ഫുൾ ബോഡി, ഡബിൾ ചാർജ്, പലതരത്തിലുള്ള മറ്റേ 4x2, 5x2 അങ്ങനെ കുറേ സൈസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ വലിയ സൈസും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രാനൈറ്റിലും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ ബാത്റൂമിന്റെ ടൈലാണെങ്കിലും അതുപോലെ ഗ്രാനൈറ്റ് ആണെങ്കിലും നല്ല ഗ്രിപ്പുള്ള കുറെ ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് തന്നെ പറഞ്ഞു നമ്മൾ ഒത്തിരി ഗ്രിപ്പുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അഴുക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ സ്റ്റെയറിനൊക്കെ ഗ്രാനൈറ്റ് എടുത്തു. അപ്പൊ നമ്മൾ ഒരുപാട് ഗ്രിപ്പുള്ളതെല്ലാം എടുത്തു, ഒരു അത്യാവശ്യം ഗ്രിപ്പുള്ളതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ കിച്ചണിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാലക്സിയുടെ ഗ്രാനൈറ്റ് ഒക്കെ എടുത്തു. അതുപോലെ ഇവിടെ സാനിറ്ററി വെയർസ്, പിന്നെ മൾട്ടിവുഡ്, അതിന്റെയൊക്കെ കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എടുക്കാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും അധികം പോയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട ടൈൽസ് എല്ലാം എടുത്തു. ഞങ്ങൾ സെലക്ട് ചെയ്ത ടൈൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കജാരിയുടെയും അതുപോലെ ജോൺസന്റെ ഒക്കെ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയെന്ന് പറഞ്ഞിട്ട് കുറെ ട്രോഫീസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടൈലിന്റെ ബില്ലൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്ത ടൈലിന്റെ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.